നമ്മുടെ കയ്യിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ നമുക്കെങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യണം, അതെങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണം ഒന്നും അറിയത്തില്ല. അപ്പോൾ എങ്ങനെ നമുക്കൊരു സിമ്പിളായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കാം. ഹായ്, ഞാൻ അഖിലേഷ്. അപ്പോൾ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ നോക്കാം. ഞാൻ അതിന് യൂസ് ചെയ്യുന്നത് ക്യാപ്കട്ട് ആണ്. ഫസ്റ്റ് നമ്മൾ ക്യാപ്കട്ട് യൂസ് ചെയ്യുന്നതിന് മുന്നേ അത് VPN ഒന്ന് ഓൺ ചെയ്യണം. ഞാൻ ഓൾറെഡി ഇവിടെ ഓൺ ചെയ്ത് വെച്ചേക്കാണ്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നോളൂ. അതുകഴിഞ്ഞിട്ട് നമ്മൾ ക്യാപ്കട്ട് എടുക്കുക. ക്യാപ്കട്ട് എടുത്തിട്ട് ഒരു ന്യൂ വീഡിയോ നമുക്ക് ഏത് വീഡിയോ ആണോ എഡിറ്റ് ചെയ്യാനുള്ളത് ആ വീഡിയോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം താഴെ വന്നു കഴിഞ്ഞാൽ അവിടെ ആഡ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളങ്ങനെ ക്യാപ്കട്ടിൻ്റെ ഹോം പേജിലെത്തും. അങ്ങനെ ഈ ഹോം പേജിൽ ഈ താഴെ കാണുന്നതാണ് ഈ ടൈം ലൈൻ. അങ്ങനെ നമ്മൾ ആഡ് ചെയ്ത വീഡിയോസ് എല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനുവേണ്ടി ഓഡിയോ കൊടുക്കാം. ഞാൻ ഓഡിയോ എടുക്കുക, അതിൽ എക്സ്ട്രാക്ട് എടുക്കുക. ഞാൻ ഓൾറെഡി ഇതിലൊരു വീഡിയോ സേവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഓഡിയോ കിട്ടാൻ വേണ്ടിയിട്ട്. അത് സെലക്ട് ചെയ്ത് അതങ്ങനെ ആഡ് ചെയ്തു. ഇതാണ് ആ ഓഡിയോ വരുന്നത്. ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ബീഡ്സ് ആഡ് ചെയ്യുക. അങ്ങനെ ബീഡ്സ് ഓൺ ചെയ്യുക. അങ്ങനെ ബീഡ്സ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കയ്യിൽ ഇങ്ങനെയാണ് വീഡിയോസ് ഉള്ളത്, അതിനനുസരിച്ച് നമുക്ക് ബീഡ്സ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. വീഡിയോസ് ഇതിൽ കാണുന്ന ഈ മഞ്ഞ ഡോട്ട്സ് ഇല്ല, അതാണ് ഈ ബീഡ്സ് വരുന്നത്. ആ ബീഡ്സിനനുസരിച്ച് നമുക്ക് ഓരോരോ വീഡിയോസ് ഇനി അറേഞ്ച് ചെയ്യാം. അങ്ങനെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ട്രാൻസിഷനും കാര്യങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സെൻറ്ററിൽ കാണുന്നില്ല, ഈ ടൈം ലൈനിൻ്റെ സെൻറ്ററിൽ 2 ക്ലിപ്പിനും സെൻറ്ററിൽ കാണുന്നതാണ്. അവിടെയാണ് നമ്മൾ ട്രാൻസിഷൻസ് കാര്യം കൊടുക്കാം. ഞാൻ ട്രാൻസിഷൻസ് വരുന്നുണ്ടെങ്കിൽ ഇതിന് ഏത് ട്രാൻസിഷൻ വേണമെങ്കിലും സെലക്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ആയി വരും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് വീഡിയോസ് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യുക. അപ്പം ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ അറിയുന്ന ഫ്രണ്ട്സിന് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. വീഡിയോ ചെയ്യാൻ നോക്കി നിൽക്കുന്ന പിന്നെ ഇതുപോലത്തെ കണ്ടന്റ്സ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.